വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ. എന്നാൽ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് സംഘപരിവാർ സംഘടനകൾ പറയുന്നത്. മന്ത്രി ഏത് അജണ്ട വെച്ചാണ് ഇത്തരമൊരു വാർത്താ സമ്മേളനം വിളിച്ചത് എന്ന് വ്യക്തമാക്കണമെന്നും ഹിന്ദു ഐക്യവേദിയെ പോലെയുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ റെജി ലൂക്കോസ് ചേരുന്നു. ശ്രീ റെജി ലൂക്കോസ്, ഇത് വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ പറഞ്ഞതിന് പിന്നിൽ എന്താണ് കൃത്യമായിട്ടുള്ള ആ വാർത്താ സമ്മേളനത്തിൽ ഒരു സ്കൂളിന്റെ പേരോ ഏതാണ് മാനേജ്മെന്റ് എന്നോ ഒന്നും പറയാതെയാണ് മന്ത്രി ഇത്തരമൊരു പരാമർശം നടത്തിയത്? ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു? അല്ല, നമ്മൾ അതിനെ അങ്ങനെയല്ല കാണുന്നത്. കേരളം പോലെ സംസ്ഥാനത്ത് ആദ്യമായിട്ടില്ല. കഴിഞ്ഞ വർഷം പാലക്കാട് ഒരു സ്കൂളിൽ സാന്താക്ലോസിന്റെ ആഘോഷമായിട്ട് ബന്ധപ്പെട്ട ആ സ്കൂളിൽ കയറിയപ്പോൾ അവിടുത്തെ ഒന്ന് രണ്ട് RSS BJP പ്രവർത്തകരോടെ കയറി പ്രശ്നം ഉണ്ടാവും. അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട കേരളം പ്രതികരിച്ചിട്ട് നമുക്കറിയാം. അപ്പൊ BJPയുടെ മുഴുവൻ നേതാക്കൾ ഇതിനെതിരെ അല്ലെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങളിൽ ഈ രീതിയിൽ നിലപാടെടുക്കുന്നുള്ള വ്യാഖ്യാനമൊന്നും ഞാനില്ല. പക്ഷെ ചിന്മയ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിൽ ഇത് സംഭവിച്ചു. കുട്ടികളോട് 50 രൂപ വെച്ച് കളക്ട് ചെയ്ത് ക്രിസ്മസ് ആഘോഷം നടത്തുമ്പോൾ പ്രാദേശികപരമായിട്ട് ആരും അത് ചെയ്യാൻ പാടില്ല എന്നുള്ള അവരുടെ തിട്ടൂരം അവിടെ ലഭിക്കുകയും ആ ആഘോഷം പിൻവലിച്ചുകൊണ്ട് 60 രൂപ കുട്ടികൾക്ക് മടക്കി നൽകിയത്, അത് അങ്ങനെ സംഭവിച്ചത് വളരെ തെറ്റായി. ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സ്കൂളിന്റെ പേര് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഒരു പിതാവ്, ഒരു കുട്ടിയുടെ പിതാവ് ഇതിന്റെ ഒരു പരാതി ആ സ്കൂളിലേക്ക് തന്നെ അയച്ചു. അത് ആ പ്രവൃത്തി എതിർത്തുകൊണ്ട് തന്നെ അയച്ചു. ഇവിടെ വിഷയം അതല്ല. ഒറ്റപ്പെട്ട എവിടെയെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല ഒരിക്കലും. കാരണം നമ്മളിവിടെ എല്ലാ ആഘോഷങ്ങളും ഇപ്പം റംസാൻ ആണെങ്കിലും വിഷു ആണെങ്കിലും ഓണമാണെങ്കിലും അതുപോലെ തന്നെ ക്രിസ്മസ് ആണെങ്കിലും എല്ലാം ആഘോഷിക്കുന്ന ഒരു ജനതയാണ്. നമ്മുടെ ദീപാവലി ആണെങ്കിലും നോർത്ത് ഇന്ത്യയിലെ ദീപാവലിയൊക്കെ ഇന്ന് കേരളത്തിൽ വ്യാപകമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ സ്കൂളിനോട് കാണിച്ചു കഴിഞ്ഞാൽ അത് ആ സ്കൂളിലെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ എത്ര ഭീകരമായിരിക്കും. മുതിർന്നവരോട് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും, ഇതിങ്ങനെയാണെന്ന് അവരെ കൺവിൻസ് ചെയ്യാം. പക്ഷെ കുട്ടികളുടെ മനസ്സിൽ ഇന്റർനാഷണലി ആഘോഷിക്കുന്ന ഒരു ഉത്സവം ആഘോഷിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് സ്കൂളിന്റെ അത് എടുത്തു കഴിഞ്ഞാൽ സ്കൂളിന്റെ അധികൃതർ നിർബന്ധപൂർവ്വം എടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പറയുന്ന പുറത്തുനിന്നുള്ള നിർദ്ദേശപ്രകാരം അവരതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായിരിക്കാൻ പിൻവലിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശിവൻകുട്ടിയുടെ പത്രസമ്മേളനം അത് വളരെ വളരെ എന്താ പറയുക, ആരെയും ഹർട്ട് ചെയ്യാതെ കൊണ്ടുള്ള ഏറ്റവും മാന്യമായ രീതിയിലുള്ള പത്രസമ്മേളനമാണ്. അപ്പൊ അതിന്റെ ആ കത്തും ആ സ്കൂളിലെ നിലപാടല്ല ഇപ്പം വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. ശരി, ആ കത്താണ് കാണിച്ചത്. ഒരു രക്ഷിതാവാണ് അങ്ങനെ ഒരു പരാതി വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയത്. തിരുവനന്തപുരം ആറ്റുകാലിലുള്ള ചിന്മയ സ്കൂളിലെ ഒരു രക്ഷിതാവാണ് ഇങ്ങനെയൊരു പരാതി നൽകിയത്. അവിടെ ചിന്മയ വിദ്യാലയത്തിൽ അവിടെ നേരത്തെ അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെയുള്ള കുട്ടികളിൽ നിന്ന് 60 രൂപ വീതം പിരിച്ചിരുന്നു ക്രിസ്മസ് ആഘോഷത്തിന്. പക്ഷേ പിന്നീട് ക്രിസ്മസ് ആഘോഷം വേണ്ടെന്ന് വെച്ച കാര്യം അറിയിക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ച് എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഉണ്ടായില്ല എന്ന് പറയുന്നു. പിന്നീട് അവർ അന്വേഷിച്ചപ്പോഴാണ് സംഘപരിവാറുകാർ അവിടെ ആഘോഷം നടത്തരുത് എന്ന നിർദ്ദേശം നൽകിയിരുന്നു. അതേ തുടർന്നാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുമായിരുന്നു. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ അത് തന്നെയാണ് സംഭവിച്ചത്. എനിക്ക് എന്റെ ഡീറ്റെയിൽസ് എല്ലാം എന്റെ അടുത്ത് കിട്ടിയതാണ്. അവിടെ ആ സ്കൂളിൽ, എസ്പെഷ്യലി ആ സ്കൂളിൽ ചിന്മയ സ്കൂളൊക്കെ ഞാനും ഒരുപാട് സന്ദർശിച്ചിട്ടുള്ള ആളാണ്. നമുക്കെല്ലാം ചിന്മയ സ്കൂളിനെ കുറിച്ച് അറിയാം. ചിന്മയന്റെ സ്വാമിയുടെ പേരുള്ള ആ സ്കൂളിൽ നിന്നും ഡിസ്ക്രിമിനേഷൻ ഒന്നും എവിടെയുള്ളതാരും ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു സ്കൂളിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കുട്ടികൾ ഒന്നിച്ച് പഠിക്കുന്ന സഹോദരങ്ങളെ പോലെ തന്നെ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഇതുപോലെ ഒരു ഒരു ആജ്ഞാപിയിൽ ആരുടെയും ഭാഗത്തുണ്ടായ ഒരു നിസ്സഹായരായ സ്കൂളിന്റെ അധികൃതർ അത് പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായത് വളരെ 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 വേദന. ശരി, ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീമതി KP ശശികല ടെലിഫോൺ ലൈൻ ചേരുക.